ഹോണ്ട സിറ്റിക്ക് ഒരിത്തിരി സവിശേഷതകൾ കൂടുതലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹോണ്ട സിറ്റിയുടെ ചില പ്രത്യേകതകൾ നോക്കാം. ഈ ഒരു ഹോണ്ട സിറ്റിയുടെ വീഡിയോ ഫുള്ളായിട്ട് ചാനലുണ്ട്. വീഡിയോ കാണാനായിട്ട് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. മനോഹരമായ ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ ഹോണ്ട സിറ്റിയുടെ പ്രത്യേകതയാണ്. LED ആണത്. അതിനകത്തെ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും ആ ക്രോമിൻ്റെ ഇൻസെർട്ടും DRLും എല്ലാം തന്നെ മനോഹരമാണ്. അപ്പോൾ നടുവിൽ കാണുന്ന ലോഗോയുടെ ചുറ്റും കാണുന്ന നീല കളർ എന്ന് പറയുന്നത് E-HEVയുടെ ആ ഒരു പ്രത്യേകതയാണ്. ടെയിൽ ലാമ്പിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പിലും ആ ഒരു LED അതിപ്രസരം കാണാം. LED തന്നെയാണ് ടെയിൽ ലാമ്പ്. മനോഹരമായ ടെയിൽ ലാമ്പാണ്. അതിനുള്ള ഒരു ബൾബായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ടെന്നുള്ളതാണ്. രണ്ട് മോട്ടറുകളും ഒരു എഞ്ചിനുമാണ് ഈ ഒരു ഹൈബ്രിഡിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത്. അതായത് ഒരു മോട്ടർ വീലിലേക്ക് പവർ നൽകാനും മറ്റേ മോട്ടർ ബാറ്ററി ചാർജ് ചെയ്യാനും അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൽ ഡയറക്റ്റ് കണക്ഷൻ ആ ഒരു ഡ്രൈവ് ചെയ്യുന്ന മോട്ടറിലേക്ക് കൊടുക്കാനുമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഒരു പ്രത്യേക റേഷ്യോ വെച്ചിട്ട് 80 കിലോമീറ്ററിനപ്പുറത്ത് ആ ഒരു എഞ്ചിൻ ഡയറക്റ്റ്ലി വീലിലേക്കും പോകുന്നു. അപ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡാണ് E-HEVക്കുള്ളത്. പ്ലഷ് ആയിട്ടുള്ള സീറ്റുകളാണ് ഹോണ്ട സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. ആ ഒരു ഹെഡ് റെസ്റ്റും ആ ഒരു സീറ്റിൻ്റെ ബോൾസ്റ്ററിങ്ങും എല്ലാം തന്നെ ശരിക്കും ഒരു ലക്ഷറി കാറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഒരു ലക്ഷറി കാർ തന്നെയാണല്ലോ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത്. കൂടാതെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹൈറ്റ് അടക്കം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ്. ഇനി പിന്നിലാണെങ്കിലും ആ ഒരു 3 ഹെഡ് റെസ്റ്റുകളും 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റും അത്യാവശ്യം നല്ല സീറ്റുകളും ഈ ഒരു പ്രത്യേകതയാണ്. കൂടാതെ ഒരു ആംറസ്റ്റ് കൂടിയുണ്ട്. ആംറസ്റ്റിനകത്ത് കപ്പ് ഹോൾഡറും കാണാം. തത്വത്തിൽ മികച്ച സീറ്റുകളാണ് ഹോണ്ട സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത. ഹോണ്ട സിറ്റിയുടെ 4th ജനറേഷൻ്റെ വന്ന ആ ഒരു ടച്ച് കൺട്രോൾസ് സാധാ ഒരു കൺട്രോൾസിന് വഴിമാറി എന്നുള്ളതാണ് 5th ജനറേഷൻ വന്ന മാറ്റം. E-HEVയിൽ അങ്ങനെ തന്നെയാണ്. അതായത് ശരിക്കും നമുക്ക് ആ ഒരു യൂസബിൾ ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് ഫിസിക്കൽ ബട്ടൺസ് തന്നെയാണ്. AC കൺട്രോൾസ് അത്യാവശ്യം നല്ല യൂസബിളാണ് ഇപ്പോൾ. ഈ ബ്രേക്ക് ഇലക്ട്രിക് ആണിപ്പോൾ. കൂടാതെ ബ്രേക്ക് ഹോൾഡ് കൂടി കാണാം. ഓട്ടോ ഹോൾഡ് തന്നെയാണത്. പക്ഷേ അതിന് ഹോണ്ട ബ്രേക്ക് ഹോൾഡ് തന്നെയാണ് ആ ഒരു ലേബിൾ കൊടുത്തിട്ടുള്ളത്. അതാണ് എൻ്റെ കറക്റ്റ് വാക്കും. മികച്ച ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. ആ ഒരു ഫേക്ക് വുഡൻ ഇൻസെർട്ടും അലുമിനിയം ഇൻസെർട്ടുകളൊക്കെ കൂടി ചേർന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. ആ ഡിസൈൻ്റെ മുകളിൽ കാണുന്ന ഒരു AC വെൻറ്റുകളുടെ ഒരു ഷേപ്പൊക്കെ തന്നെ അത്യാവശ്യം കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് എലമെൻറ്റുകളും ഈ ഡാഷ്ബോർഡിൽ കാണാം. ഹൈ എൻഡ് ലക്ഷറി കാറുകളിൽ കാണുന്ന തരം ഒരു ഫ്രെയിംലെസ് മിറർ കൂടി ഈ ഒരു ഹോണ്ട സിറ്റി ഉണ്ട്. അതായത് അകത്തെ റിയർ വ്യൂ മിറർ ഫ്രെയിംലെസ് ആണ്. മുഴുവനായിട്ടും ഫ്രെയിംലെസ് ആണെന്ന് വെച്ചാൽ അല്ല, ഫ്രെയിംലെസ് പോലെ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഓട്ടോ ഡിമ്മിങ് അടക്കം എല്ലാമുള്ള ആ ഒരു മിറർ കാഴ്ചയിൽ എലഗൻ്റാണ്. അപ്പോൾ അതും ഒരു പരിഗണന അർഹിക്കുന്നുണ്ട്. റിയർ AC വെൻറ്റുകൾ കൂടി ഹോണ്ട സിറ്റിക്കുണ്ട്. ആ ഒരു AC വെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം എലഗൻ്റായിട്ട് AC വെൻറ്റുകളാണ്. അതിന് താഴെ ആ ഒരു സോക്കറ്റുകൾ കൂടി കാണാം. അതായത് ആ ഒരു 2 സോക്കറ്റുകളുണ്ട്. അപ്പോൾ പ്രാക്ടിക്കാലിറ്റി കൂടിയുണ്ട്. അപ്പോൾ ഫ്ലോർ ഹമ്പൊന്നും കാര്യമായിട്ടില്ല എന്നുള്ളതും പറയേണ്ടതുണ്ട്. മാനുവലി റിട്രാക്ട് ചെയ്യാവുന്ന ഒരു സൺ ബ്ലൈൻഡ് കൂടി ഈ ഒരു ഹോണ്ട സിറ്റിയുടെ പിന്നിലുണ്ട്. ഹോണ്ട സെൻസിംഗ് എന്ന് വിളിക്കുന്ന ADI സിസ്റ്റം കൂടി ഈ ഹോണ്ട സിറ്റിക്കകത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വിച്ച് കണ്ടില്ലേ? ആ സ്വിച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലാണ്. ആ ഒരു കൺട്രോളിൻ്റെ ബട്ടൺ താഴെയായിട്ട് കാണാം. അതായത് ക്രൂസ് കൺട്രോളിൻ്റെ താഴെയായിട്ട് ആ ബട്ടൺ കാണാം. കണ്ടോ? ഹോണ്ട സെൻസിംഗ് എന്ന് വിളിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനകത്ത് ലൈൻ കീപ്പ് അസിസ്റ്റ്, ലൈൻ ഡിപ്പാച്ചർ മിറ്റിഗേഷൻ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഓട്ടോ ഹൈ ബീം, കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം, ESP. അതുകൂടാതെ 6 എയർ ബാഗ് കൂടി സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഹോണ്ട സിറ്റിക്കകത്ത് കാണാം. മികച്ച ഒരു മീഡിയ സ്ക്രീനാണ് ഈ ഒരു ഹോണ്ട സിറ്റിക്കകത്തുള്ളത്. അതായത് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. ടച്ചൊക്കെ തന്നെ അത്യാവശ്യം മൊബൈൽ ഫോൺ പോലെ എന്നൊക്കെ പറയാം. പിന്നെ ഫിസിക്കൽ കൺട്രോൾസ് കൂടിയുണ്ട്. കൂടാതെ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ കൂടിയുണ്ട്, റിയർ വ്യൂ ക്യാമറ കൂടിയുണ്ട്. ഇപ്പോൾ ലൈൻ ചേഞ്ച് ക്യാമറ ഉള്ള സ്ഥിതിക്ക് ആ ഒരു 360 ക്യാമറ കൂടി വെക്കാമായിരുന്നു തോന്നി. പക്ഷേ അതില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൂ. വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ല. എന്നാൽ കൂടി കാര്യം നടക്കും. അതിനൊരു ഫോക്കസ് പോയിൻ്റ് ഒക്കെ ഉണ്ട്, എവിടെ വേണമെങ്കിൽ കാണാനുള്ളതൊക്കെ. അപ്പോൾ ഇനിയും പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ മുഴുവനായിട്ടുള്ള വീഡിയോ ആ ഒരു താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നത് കരുതാനാണ്. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.